ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പീസ് ഓഫ് ഡാറ്റ ഉണ്ട്. സോ ബേസിക്കലി ഒന്നുമില്ല, നമുക്ക് ആ ഒരു ജേസൺ ഡാറ്റ ഇവിടെ ഉണ്ട്. സം കൈൻഡ് ഓഫ് വേർഡ് ഫോർമാറ്റിലാണ്, പക്ഷേ ചിലതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കി യൂസർ ഐ ഡി ഒക്കെ സംഭവം കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. സോ എനിക്കിതിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫോർമാറ്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ചേഞ്ച് ലാംഗ്വേജ് ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് ജേസൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. സോ എന്ത് ചെയ്യും, ഒരു ജസ്റ്റ് കളർഫുള്ളി അലൈൻഡ് ആക്കി വരും. സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കുറേ നമ്പർ ഓഫ് ഡാറ്റ ഉണ്ട്, ഞാൻ അതെല്ലാം കളയുകയാണ്. ഓക്കെ 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 അവിടെ നിന്ന് തൊട്ട് നമുക്ക് വളരെ കുറച്ച് ഡാറ്റ മതിയല്ലേ. ഓക്കെ, ഒരു സിംപിളി ഒരു ജേസൺ ഡാറ്റയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, സംഭവം ഇതെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ബേസിക്കലി ഞാൻ ഇതിൻ്റെ ഒരു ബേസ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം തൊട്ട് പറഞ്ഞുതരാം. എന്താണ് ഒരു ഡാറ്റയെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു കീ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ മീൻസ് ജേസണിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് ഇത് അറിയുന്നുണ്ടാവും, പക്ഷേ എന്താ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സോ ബേസിക്കലി ഒരു ജേസണിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ ബേസിക്കലി എൻ്റെ എന്താ ഒരു ഡാറ്റയുണ്ട്. സോ ബേസിക്കലി എൻ്റെ പേരാണ് ഡാറ്റ. സോ ഞാനത് കോഴ്സിലിടുന്നു, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ശ്രീഹരി എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഡാറ്റ. ഈ ഒരു ഡാറ്റ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു പേര് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ വേണം. സോ ആ ഒരു പേര്, ഒരു ജേസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഒരു ജേസൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ശ്രീഹരി എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ സെർവറിന് ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡിവൈസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സെർവറിന് ക്ലയൻറ്റിനോട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവറിന് കൊടുക്കുമ്പോൾ അയാൾ ഒരു പീസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ആ പീസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ത്രൂ ഡാറ്റ ട്രാൻസ്ഫർ ആണ് അല്ലേ. മൊബൈൽ ഡിവൈസിൽ നിന്ന് ഡാറ്റ സെർവറിലോട്ട് സെൻഡ് ചെയ്യും, സെർവർ അത് പ്രോസസ്സ് ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് ഇങ്ങോട്ട് തരും. സോ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ മൊബൈൽ ആപ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നെറ്റ്വർക്കിംഗ് മൊബൈൽ ആപ്സ്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് എന്താ ഇതിനൊരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഞാൻ ഡിവൈസ് എടുത്ത് കാണിച്ചു തരാം. സോ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യം കിട്ടും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ മൊബൈൽ ഡിവൈസ് എങ്ങനെയാണ് നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് മൊബൈൽ ഡിവൈസ് എന്ത് ചെയ്യും, ആ സെറ്റ് ഓഫ് ഡാറ്റ വെച്ച് സെർവറിന് കൊടുക്കും. സെർവർ ആ ഡാറ്റ, ആ കിട്ടിയ ഡാറ്റ നോക്കിയിട്ട് സം റെസ്പോൺസ് മൊബൈൽ ഡിവൈസിന് കൊടുക്കും. സോ ഇതൊരു ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണെന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. സോ നമുക്കിവിടെ അവൈലബിൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു ലിസ്റ്റ്, ഈ ഒരു ഇമേജ് ഒക്കെ എന്താണ്, ഇതൊക്കെ സെർവർ നിങ്ങളുടെ റെസ്പോൺസ് തരുന്ന. സോ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്ത കാറ്റഗറീൻ്റെ ഡാറ്റ സെർവറിന് അയക്കും. സോ ഈ ഒരു ടൈമിൽ, ഈ ലോഡിങ്ങിൻ്റെ ടൈമിൽ ആ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ എന്ത് ചെയ്തു, സെർവർ ഒരു റെസ്പോൺസ് കൊടുത്തു. ആ റെസ്പോൺസ് ഇവിടെ എന്ത് ചെയ്തു, യൂസർ ഇൻ്റർഫേസിൽ നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ അതുപോലെ ഡാറ്റ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ, സോ ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ശ്രീഹരി എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. സോ ഈ ഒരു ഡാറ്റയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിന് ഒരു ഇതിലൊരു കീ വേണം. ഓക്കെ, ആ ഒരു കീ ഈ ഒരു കേസിൽ ഞാൻ എന്ത് പറയാം, നെയിം എന്ന് പറയാം. ഓക്കെ, നെയിം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെയിമാണ് എൻ്റെ എന്ത് കീ. അപ്പോൾ നെയിം എന്ന് പേരുള്ള ഈ ഡാറ്റേനെ എനിക്ക് ഒരു കോളൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ നെയിം എന്ന് പറഞ്ഞ പേര് കീയിലുള്ള വാല്യൂ ശ്രീഹരിയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെയിം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ജേസൻ്റെ അകത്ത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കീയിലുള്ള ഡാറ്റ എന്താണെന്ന് നോക്കിയാൽ എനിക്കിവിടെ ശ്രീഹരി എന്ന് കോൾ ചെയ്യാൻ പറ്റും. സോ സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും ഒരു ജേസൺ, ഞാൻ ഇതിൻ്റെ ഒരു ലാംഗ്വേജ് ജസ്റ്റ് ജേസണിലോട്ട് ആക്കുവാണ്. സോ ബേസിക്കലി നമുക്കിവിടെ ഒരു എറർ കിട്ടുന്നുണ്ട്. ഓക്കെ, വാല്യൂ എക്സ്പെക്റ്റഡ് ഗോട്ട് കോളൻ എന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ജേസൻ്റെ അകത്ത് ജേസൺ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ നമ്മൾ സിംപ്ലി, അല്ലെങ്കിൽ റൂൾ ഉണ്ട്, ആ ഒരു റൂള് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. സോ ജേസൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് മിനിമം എന്ത് ചെയ്യണം, ഏതർ ഒരു എന്ത് വേണം, എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ജേസൺ ഒരു എന്തായിരിക്കും, ഡാറ്റ നമ്മളിങ്ങനെ പ്ലെയിൻ ആയിക്കാണ്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി നമുക്ക്
എവിടെയും ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റഡ് എന്ത് വേണം, ഒരു ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ജേസൺ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ജേസൺ അറേ ഉണ്ട്, ഒരു ജേസൺ അറേ അല്ലെങ്കിൽ ജേസൺ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ജേസൺ ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു ജേസൺ ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സിംപ്ലി ഓപ്പണിംഗ് കേളി ബ്രേസ് പിന്നെ ഒരു ക്ലോസിംഗ് കേളി ബ്രേസ്. സോ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേസൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ജേസൺ ഡാറ്റ, ഒരു പീസ് ഓഫ് ഡാറ്റ. ദിസ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ പീസ് ഓഫ് ഡാറ്റ വിച്ച് ഈസ് റെപ്രസെന്റഡ് യൂസിങ് ജേസൺ. ഇപ്പം എന്താണ്, നമ്മളെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റേൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഓക്കെ, സോ എൻ്റെ കയ്യിൽ വേറൊരു ഡാറ്റ ഉണ്ട്. ഒരു എക്സാമ്പിൾ വിചാരിച്ചാൽ മതി. ഒരു ക്ലാസ് ഉണ്ട്, നോർമൽ ഒരു കോളേജിലൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്. ആ 50 സ്റ്റുഡൻസിൻ്റെ പേര്, ജെൻഡർ, ഏജ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി ഒരു ജേസൺ ഡാറ്റയിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സോ നെയിം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാനാണ്. സോ എൻ്റെ പേര് ഞാൻ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ജേസണിന് എന്തായാലും എന്ത് വേണം, ഒരു ഓപ്പണിംഗ് കേളി ബ്രേസ് വേണം, ക്ലോസിംഗ് കേളി ബ്രേസ് വേണം, അല്ലാണ്ട് നമുക്ക് ജേസൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഓപ്പണിംഗ് കേളി ബ്രേസ് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ത് വേണം, ഇതൊരു ജേസൺ ഒബ്ജക്റ്റ് ആണ്. ജേസൺ അറേ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജേസൺ അറേ എന്താണെന്നുള്ളതിലോട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യാം, എനിക്കൊരു നെയിം എന്ന് പറഞ്ഞ സാധനത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. സോ ഇൻ കേസ് എനിക്ക് ഒരു ഡാറ്റയും കൂടി ഉണ്ട്, വേണ്ടേ, ഒരു ഡാറ്റയും കൂടി ഉണ്ട്. ലൈക്ക് ആ ഒരു ഡാറ്റേൻ്റെ പേര് ഞാൻ ഏജ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഏജ് എന്താണ്, ഒരു 22 എന്നിട്ടു. ഓക്കെ, 22 എന്നിട്ടു. സോ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇവിടെ ഒരു എറർ വരുന്നുണ്ട് അല്ലേ, കോമ ഓർ ക്ലോസിംഗ് ബ്രേസ് എക്സ്പെക്റ്റഡ്. സോ ഇതെന്താണ്, നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റ വരുന്നുണ്ട്, യൂസിങ് കോമ എന്ത് ചെയ്യും, ഇത് സെപ്പറേറ്റ് ചെയ്യും. സോ സിംപ്ലി മനസ്സിലായി ഈ സംഭവം. അതായത് ഒരു ജേസൺ ഒബ്ജക്റ്റ്, ഇതൊരു സിമ്പിൾ ജേസൺ ഒബ്ജക്റ്റ് ആണ്, ഡോട്ട് ജേസൺ ആണ് ഈ ഒരു ഫയലിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോമിൻ്റെ അകത്ത് നമ്മൾ നെയിം എന്ന് പറഞ്ഞ കീയിൽ ശ്രീഹരി സ്റ്റോർ ചെയ്തു, ഏജ് എന്ന് പറഞ്ഞ കീയിൽ ഏജ് 22 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് അടുത്തൊരു കീ ഉണ്ട്, ലൈക്ക് കോമ ഇട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യും, ജെൻഡർ സെയിം കോളൻ ഇടും, എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, മെയിൽ എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സിംപ്ലി ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കേസ്, ജേസണിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റാസ് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള എന്തുണ്ട്, ഡബിൾ ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ട്, പിന്നെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ബൂളിയൻ, അതെല്ലാം ഇപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫാൾസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിനെ നമുക്ക് ജേസണിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്സും, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കമൻറ്റ് അങ്ങനത്തെ ടൈപ്പ് ഓഫ്, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഇതൊരു ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഫോർമാറ്റ് ആണ്, ഒരു ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ് എന്നൊക്കെ പറയും. ഡാറ്റേനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേ ഓഫ് മെത്തേഡ് ആണ് ജേസൺ. സോ ഇതിൻ്റെ അകത്ത് കമൻ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു പീസ് ഓഫ് ഡാറ്റ, ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയാണ്. സോ നമുക്ക് എന്ത് വേണം, മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ വേണം. സോ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാം, അടുത്ത ഡാറ്റ ഞാൻ കൊടുക്കാം. അടുത്ത ഡാറ്റ ഇതുപോലെ നെയിം എന്നാണ്, നെയിമിൻ്റെ അകത്ത് സം റാൻഡം ഗായ്. ഓക്കെ, പുള്ളിക്കാരൻ്റെ ഏജ് ഞാൻ എന്ത് ചെയ്തു, ഒരു 25 ഇട്ടു. ഒരു ജെൻഡർ, ഞാനൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഫീമെയിൽ ഇട്ടു, ഈക്വാലിറ്റി റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഇത് ഫുൾ റെഡ് ലൈനാണ്. ഓക്കെ, ജേസൺ, അപ്പോൾ എറർ എന്താണെന്ന് വെച്ചാൽ ജേസൺ സ്റ്റാൻഡേർഡ് അലോസ് ഓൺലി 1 ടോപ്പ് ലെവൽ വാല്യൂ. അതായത് ജേസണിന് എപ്പോഴും ഒരു ടോപ്പ് ലെവൽ വാല്യൂ പാടുള്ളൂ. ആ ടോപ്പ് ലെവൽ വാല്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ്, ഇതിപ്പോൾ 2 ഒബ്ജക്റ്റ് ആയില്ലേ, ഇപ്പോൾ മൾട്ടിപ്പിൾ ആയി. അപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ത്രൂ കോമ സെപ്പറേറ്റഡ് ആയിരിക്കണം. കണ്ടോ, കോമ ഇട്ടപ്പം ഓൾമോസ്റ്റ് ആ എറർ പോയിട്ടുണ്ട്, പക്ഷേ ഈ കോമയിൽ ഇപ്പോഴും എറർ ഉണ്ട്. എന്താ പറയുന്ന പുള്ളിക്കാരൻ, വാല്യൂ എക്സ്പെക്റ്റഡ് ബട്ട് ഗോട്ട് എന്താണ്, കോമയാണ്. സോ ബേസിക്കലി ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജേസണിന് ഇങ്ങനെ മൾട്ടിപ്പിൾ ഇതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല,
ഒരു സ്ട്രക്ചർ വരാൻ പാടില്ല. ഇൻസ്റ്റഡ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് വരുന്നുണ്ടെങ്കിൽ ഏതർ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതന്നെ യൂസ് ചെയ്യാം. അതല്ല സെയിം റിപ്പീറ്റഡ് എലമെന്റ്സ് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം, ജേസൺ അറേ യൂസ് ചെയ്യേണ്ടി വരും. ജേസൺ അറേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറേ ഓഫ് ഡാറ്റയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 50 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻറ്റിൻ്റെ സെയിം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അറേ യൂസ് ചെയ്യാം. സോ ബേസിക്കലി എന്താണ് അറേ? ജേസൺ അറേ. ജേസൺ അറേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. സോ ഇതെന്താണ്, ഒരു സിമ്പിൾ ജേസൺ അറേയാണ്. സോ ഈ ജേസൺ അറേൻ്റെ അകത്ത് എനിക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം, എന്തും ഇൻക്ലൂഡ് ചെയ്യാം. സി എനിക്കിവിടെ നെയിം എന്ന് പറയാം. നെയിം എന്താണ്, കോളൻ ഇട്ടിട്ട് ഇവിടെ ലൈക്ക് ശ്രീഹരി എന്ന് വിളിക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഇനി അടുത്തത് പുള്ളിക്കാരൻ എന്താ പറയുന്നുണ്ടല്ലോ, കോമാർ എക്സ്പെക്റ്റഡ്. ഓക്കെ, ജസ്റ്റ് റോഡ്മേറ്റ് നെയിം എന്നിടാം, ജസ്റ്റ് കോളൻ എന്തിടാം, നെയിം 2 എന്നിടാം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഓക്കെ എറർ വരുന്നുണ്ട്, നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാം, ജേസൻ്റെ അകത്ത് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോഡ് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് ഒരു 50 സ്റ്റുഡൻസിൻ്റെ നെയിം, ഏജ് പ്ലസ് ജെൻഡർ ഉള്ള ഡാറ്റയാണ് അല്ലേ. സോ ആ ഒരു ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് ആ ഒരു സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സി കണ്ടോ, ഇപ്പം എന്തില്ല, ഒരു എറർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. അതായത് നമുക്ക് ഒരു പീസ് ഓഫ് ഡാറ്റ ഉണ്ട്, ആ ഒരു പീസ് ഓഫ് ഡാറ്റയെ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ അകത്താക്കി ഒരു കവറിലാക്കി. സി ഒരു എന്തുണ്ട്, 50 സ്റ്റുഡൻസ് ഉണ്ട്. സിമ്പിൾ എക്സാമ്പിൾ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. 50 സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യും, 3 ബുക്സ് കൊടുക്കണം. ഓക്കെ, ആ 3 ബുക്സ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഓരോ 3 ബുക്ക് വെച്ചിട്ട് നമ്മളൊരു കവറിൻ്റെ അകത്താക്കിയിട്ട് അതെന്ത് ചെയ്യും, 50 പിള്ളേർക്ക് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. ഇവിടെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. സി ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഒരു ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഒരു ടൈപ്പ് മീൻസ് ജേസണിൽ ഇങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ടൊരു ഡാറ്റ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഒരേ ടൈപ്പ്, അതായത് ഒരേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരേ സാധനത്തിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്യാനൊരു ജേസൺ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാനും വേണ്ടി, അതായത് ഒന്നിൽ കൂടുതൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ജേസൺ അറേ യൂസ് ചെയ്തു. ഓക്കെ, ഇതൊരു സിമ്പിൾ ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ് ആണ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ് ആണ് ജേസൺ. അതിൻ്റെ സിമ്പിളാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റയ്ക്ക് എന്തുണ്ടാവും, ഒരു കീ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ഒബ്ജക്റ്റിലോട്ടാക്കി ആ ഒബ്ജക്റ്റിൽ തന്നെ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ഐറ്റം വേണമെങ്കിൽ നമ്മൾ അതിനൊരു ജേസൺ അറേയിലോട്ടാക്കി. ഓക്കെ, ഇതാണ് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എടുത്തു വെച്ചൊരു സെഷനിലോട്ട് വരാം. ഓക്കെ, ഇതായിരുന്നു നമ്മൾ എടുത്തു വെച്ചത്. സോ ഇതിപ്പോൾ നാം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുണ്ട്, ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റ ഉണ്ട്, ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയാണ് അല്ലേ, കണ്ടോ എത്ര ഡാറ്റ ഉണ്ട്, ഒരുപാട് ഡാറ്റ ഉണ്ട്. സോ നമുക്ക് അവിടെ എന്തുണ്ട്, ഇൻഡെക്സ് വല്ലതും ഉണ്ടോ, ഐ ഡി ഉണ്ട്, ID 1 2 3 4 ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റിംഗ് ആണ് അല്ലേ. സോ 200 ജേസൺ ഒബ്ജക്റ്റ് ഉണ്ട്, ആ 200 ഡാറ്റയ്ക്കകത്ത് തന്നത് ഡിഫറെൻറ്റ് ഡാറ്റ ഉണ്ട്. മനസ്സിലായി, ഇവിടെ കണ്ടോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രൂ ഫോൾസ് എന്തുണ്ട്, നമ്പേഴ്സ് വരുന്നുണ്ട്, ടെക്സ്റ്റ് വരുന്നുണ്ട്, ബൂളിയൻ എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റയും വരുന്നുണ്ട്. സോ എന്തുണ്ട്, ഒരു ഡാറ്റ ഉണ്ടാവും, അതിനെ ഒരു ഗ്രൂപ്പ് ചെയ്യാൻ ഒരു ജേസൺ ഒബ്ജക്റ്റ് ഉണ്ട്. ജേസൺ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേളി ബ്രേസ്, ക്ലോസിങ് കേളി ബ്രേസ്. ജേസൺ അറേ ഉണ്ട്, അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ക്ലോസ് ചെയ്യുന്നത് ക്ലോസിങ് ഫോട്ടോ. ഓക്കെ, അപ്പോൾ എന്തായി, അപ്പോൾ അവിടെ വരെ ഓക്കെ. ക്ലോസിങ് ജേസൺ അറേ ക്ലോസ് ചെയ്യുന്നത് എന്താ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇൻ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ആവശ്യം എന്താ, ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ആപ്പിനെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതിൻ്റെ അകത്ത് ഈ ലിസ്റ്റ് ചെയ്യുന്ന സംഭവം ഇല്ലേ, ഈ ഒരു ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്, ഒരു UI നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്.
അതായത് ഇമേജസ് കോമൺ ആണ്. പേര് ടെക്സ്റ്റ് ആണ്, എല്ലാത്തിനും ഓരോ ടെക്സ്റ്റ് പേരുണ്ട്. ഇതിന് ഓരോന്നിനും പ്രൈസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ചിലതിന് ഓഫർ ഉണ്ട്, ഫസ്റ്റ് ഐറ്റത്തിന് ഓഫർ ഉണ്ട്, ബാക്കിയെല്ലാം എന്താ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ഈ ഒരു ഡാറ്റ ഇതൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ആപ്പാണ്. ഈ ഒരു ഷോപ്പിംഗ് ആപ്പ് ഒബ്വിയസ്ലി നെറ്റ്വർക്ക് ബേസ്ഡ് ആപ്പാണ്. സോ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയാൾ ആപ്പ് നമ്മൾ ആ ഒരു സ്ക്രീനിലോട്ട് എത്തുമ്പോൾ ഇയാൾ സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും, എനിക്ക് ഇന്ന ഡാറ്റ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് സെർവറിലോട്ട് അയക്കുകയാണ്. സോ ആ ഒരു ഡിലേ ആണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രസ് കാണുന്നില്ലേ, ബ്ലൂ പ്രോഗ്രസ് കറങ്ങുന്നത്, ആ ഒരു ഡിലേ ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് സെർവറിലോട്ട് അയക്കുക, സംവെയർ ഇൻ ദ ക്ലൗഡിലുള്ള ഒരു സെർവറിലോട്ട് ഇയാൾ റിക്വസ്റ്റ് അയക്കും. അപ്പോൾ അയക്കുന്ന റിക്വസ്റ്റിലുള്ള സെർവർ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മൊബൈൽ ആപ്പ് ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ഈ ഒരു ആപ്പിന് സം കൈൻഡ് ഓഫ് ഇതുപോലെയുള്ള ഒരു സെറ്റ് ഓഫ് ഡാറ്റ കൊടുക്കും. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഇപ്പം നമ്മൾ കണ്ടത് എന്താ, ലൈക്ക് ഓക്കെ വരുന്നുണ്ടോ, സ്ലോ നെറ്റ്വർക്ക് ആയതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ റിക്വസ്റ്റ് അങ്ങോട്ട് എത്താനുള്ള ഡിലേ ആയിരിക്കും. ഇപ്പോൾ നെറ്റ്വർക്ക് സ്പീഡ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് റിക്വസ്റ്റ് പ്രോപ്പറായിട്ട് സ്ലോ ആയതുകൊണ്ട് റിക്വസ്റ്റ് അവിടെ എത്തി അവിടുന്ന് റെസ്പോൺസ് ഇങ്ങോട്ട് കറക്റ്റ്ലി വരണമെന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊക്കെ ഇഷ്യൂ വരാറ്. സോ അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, കെയർ ചെയ്യണ്ട, സം കൈൻഡ് ഓഫ് ഇഷ്യൂ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, സോ എക്സാമ്പിൾ ഇത് തന്നെ എടുത്താൽ മതി. ഇത് കണ്ടോ, ഇമേജ് ഉണ്ട്, പേരുണ്ട്. സോ ഇതെന്ത് ചെയ്യും, ഈ ഒരു ഫോമിൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു കാണുന്നില്ലേ നമ്മൾ, ഈ ഒരു ഇമേജും ഈ ഒരു പേരും, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇവിടെ ടൈറ്റിലിന് പകരം നമ്മൾ ഈ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താ വരുന്നത്, ലൈക്ക് സ്പെഷ്യൽ ഡീലാണ്. അപ്പം നമ്മൾ എന്താ മതി, ഈ ടൈറ്റിൽ ഇവിടെ സ്പെഷ്യൽ ഡീൽ എന്ന് കൊടുക്കുക, ആ ഒരു കേസ് കൺസിഡർ ചെയ്യാം, സ്പെഷ്യൽ ഡീൽ. പിന്നെ എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ടല്ലേ, നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു ഇമേജ് തരുന്നുണ്ട്. സോ ആ ഒരു ഇമേജിന് നമ്മൾ img എന്ന് കൊടുത്തിട്ട് എന്താ ചെയ്യുക, സം കൈൻഡ് ഓഫ് ഇമേജ് URL, ഇവിടെ ഒരു ഇമേജ് URL ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യും, ആ സെറ്റ് ഓഫ് ഡാറ്റയാണ് ഈ ഒരു മൊബൈൽ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ ഇന്നലെ ചെയ്തില്ലേ, ഇന്നലെ കസ്റ്റം ഒരു എന്തുണ്ടാക്കി, ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാക്കി അതിനെ റീസൈക്ലർ വ്യൂയിലോട്ട് സെറ്റ് ചെയ്ത പോലെ പുള്ളിക്കാരൻ ത്രൂ നെറ്റ്വർക്ക് കുറച്ച് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തു. ആ ആക്സെപ്റ്റ് ചെയ്ത ഡാറ്റേനെ ഇതുപോലെ എന്ത് ചെയ്തു, ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. ഇതും ബേസിക്കലി ഒരു റീസൈക്ലർ വ്യൂ ആയിരിക്കാം, ഡിപ്പെൻസ് ഓൺ ദ എന്താണ്, ഇത് ബേസിക്കലി ഒരു റീസൈക്ലർ വ്യൂ ആണ്. ഓക്കെ, ഇത് റീസൈക്ലർ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് എങ്ങനെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജേസൺ ഞാൻ ഇപ്പോൾ നേരത്തെ ഇതെടുത്ത ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജേസൺ ട്രാൻസാക്ഷൻ നടത്തുന്ന ഈ ഒരു മെത്തേഡിനൊക്കെയാണ് നമ്മൾ API എന്ന് പറയും. API എന്ന് പറഞ്ഞിട്ട് എന്താ, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ API എന്ന് പറയും. API എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ എന്താണ്, സെർവറിലോട്ടും ക്ലയൻറ്റിലോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. സോ അതാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് റിക്വസ്റ്റ്, അതായത് സെർവറിലോട്ട് നമ്മൾ മൊബൈൽ ഡിവൈസ് റിക്വസ്റ്റ് ചെയ്യും, അത് സെർവർ ഇങ്ങോട്ട് കൊടുക്കും. അതിനാണ് നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ API എന്ന് പറയാം. അപ്പോൾ API എന്ന് പറഞ്ഞു വെച്ചാൽ മതി. സോ അതിന് നമ്മളൊരു API എന്ന് പറയും. അപ്പോൾ ത്രൂ API ആയിരിക്കും നമ്മളെ ആപ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെർവറായിട്ട്. സെർവറിലാണ്ട് ഒരു ആപ്പ് ഇല്ല അല്ലേ, ലൈക്ക് ഒരു e-commerce ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സാധനം നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡെവലപ്പേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രം എ ഡെവലപ്പർ പെർസ്പെക്റ്റീവ് വ്യൂ, നമുക്ക് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾഡ് അല്ല. ഓക്കെ, അത് ഞാൻ പോസ്റ്റ്മാൻ്റെ കാര്യത്തിലോട്ട് ഞാൻ നാളെ കിടക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നലെ ചെയ്ത പോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൻ്റെ അകത്ത് ഈ ഒരു ടൈറ്റിലെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈറ്റിൽ കൊടുക്കണം എന്ന് വിചാരിച്ച് വയ്ക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ നമുക്ക് ഇതിപ്പോൾ എന്താണ്, ഈ ഒരു URL ആക്സസ് ചെയ്താൽ സിമ്പിളായിട്ട് ആലോചിക്കുക, ഈ ഒരു URLോട്ട് ഞാൻ പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്. സോ ഈ ഒരു URL ഞാൻ ആപ്പിൽ നിന്ന്
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു ഓക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു URL ജേസൺ പ്ലേസ് ഹോൾഡർ ഡോട്ട് ടൈപ്പി കോഡ് .com/todos ഈ ഒരു സംഭവം ഞാൻ എന്ത് ചെയ്യണം, ബേസിക്കലി എൻ്റെ ആപ്പിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് ഈ ഒരു ഡാറ്റ എടുത്തൂടെ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഒരു മൊബൈൽ ആപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ, ആൻഡ്രോയിഡ് ഡെവലപ്പർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നെറ്റ്വർക്കിംഗ് ലൈബ്രറീസ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ആൻഡ്രോയിഡ് നെറ്റ്വർക്കിംഗ് ലൈബ്രറി. ഓക്കെ, ആൻഡ്രോയിഡ് നെറ്റ്വർക്കിംഗ് ലൈബ്രറി. ഞാൻ ജസ്റ്റ് എന്താ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്താ കുറച്ച് ലൈബ്രറീസ് ഉണ്ട്. സോ ബേസിക്കലി ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. സോ ബേസിക്കലി എന്താണ് ആൻഡ്രോയിഡ് ആപ്പ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടെ നിന്ന് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻ നടത്തുക, പിന്നെ കിട്ടുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുക. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ്രോയിഡ് നെറ്റ്വർക്കിംഗ് ലൈബ്രറി. സോ ആസ് ഓഫ് നൗ രണ്ടാളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൻ്റെ അകത്ത് നെറ്റ്വർക്കിങ്ങിന് വേണ്ടി. 2 ലൈബ്രറീസ്. മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലായി, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. റെട്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റെട്രോഫിറ്റ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ ബേസിക്കലി എന്താ റെട്രോഫിറ്റ്? റെട്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കാനും അവിടുന്ന് റെസ്പോൺസ് മേടിക്കാൻ. അതായത് നമുക്ക് അതിലൊരു സെർവർ ഉണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് സം കൈൻഡ് ഓഫ് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് മേടിക്കാനും യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയേറ്റർ ആണ് റെട്രോഫിറ്റ്. നമുക്ക് OKHTTP എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസിൻക്രോണസ് ആക്കി അങ്ങനെ കുറേ വേർഡ് കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞാൽ നമുക്ക് റെട്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട്, പുള്ളിക്കാരൻ ഇൻ്റർമീഡിയേറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെട്രോഫിറ്റിനോട് പറയാം ആ സെർവറിൽ പോയി ആ ഡാറ്റ എടുത്ത് തരുമെന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ആ സെർവറിലോട്ട് പോകും, അവിടുന്ന് ഡാറ്റ എടുത്തിട്ട് ഇങ്ങോട്ട് തരും. ഓക്കെ, അതുപോലെ തന്നെ റെട്രോഫിറ്റിൻ്റെ പോലെ തന്നെയുള്ള വേറൊരാളാണ് വോളി എന്ന് പറഞ്ഞ സംഭവം. വോളി എന്ന് പറഞ്ഞാൽ എന്താ ഗൂഗിളിൻ്റെ ഒരു എന്താ ലൈബ്രറിയാണ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടി. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജേസൺ പാസിംഗ് യൂസിങ് വോളി എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ആ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. സോ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. സോ നമ്മൾ എന്താണ് ഇവിടെ വോളി എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, സിംപ്ലി ഈ ഒരു ഡാറ്റേനെ ആൻഡ്രോയിഡിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു ലൈബ്രറി ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലോട്ട് സെറ്റപ്പ് ചെയ്യണം. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വോളിയാണ്. വോളി വേഴ്സസ് റെട്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സിയാണ്. ലൈക്ക് ഇന്റൽ വേഴ്സസ് AMD എന്നൊക്കെ പറയുന്ന പോലെ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫൈറ്റാണ്. പക്ഷേ വോളി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെപ്രിക്കേറ്റഡ് ആയതുകൊണ്ടിരിക്കും, അധികം സപ്പോർട്ട്സ് ഒന്നും വരുന്നില്ല. കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന റെട്രോഫിറ്റ് ആണ്. മോസ്റ്റ് പോപ്പുലർ ഡെവലപ്പേഴ്സ് ഒക്കെ ഇപ്പോൾ റെട്രോഫിറ്റിലോട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വോളി എന്താണെന്ന് വെച്ചാൽ ഈസി ടു ഹാൻഡിൽ ആണ്, നമുക്ക് ഹാൻഡിയാണ്, എന്ത് വേണേലും ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിളാണ്, ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമുണ്ട്. പക്ഷേ ഞാൻ എന്തില്ല വോളി യൂസ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ പഠിക്കാൻ വേണ്ടി വോളി യൂസ് ചെയ്തോളിന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, സോ വോളി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ പ്രൊജക്റ്റിൽ സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു സെർവർ ഉണ്ട് JSONplaceholder.com typecode.com/todos എന്ന് പറഞ്ഞ ഈ ഒരു സെർവറിലെ ഡാറ്റയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൽ നിന്ന് ആക്സസ് ചെയ്യണം. ഈ ഒരു സിമ്പിൾ ടാസ്ക് ആണ് ഇന്ന് ചെയ്യുന്നത്. കൺഫ്യൂഷൻസ് ഉണ്ടാവും എനിക്കറിയാം, ഫസ്റ്റ് ടൈം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബിഗ് ടഫ് ടാസ്ക് ആണ്. സോ ഞാൻ വോളി ആൻഡ്രോയിഡ് ഒന്ന് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്തു, നമുക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഈ ഒരു വോളി സെറ്റപ്പ് ചെയ്യണം. സോ അതിനുള്ള ഒരു മെത്തേഡാണ്. സോ വോളി ഓവർവ്യൂ, വോളി ആൻഡ്രോയിഡ് ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്പറിൻ്റെ സൈറ്റിലോട്ട് പോകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ വോളി ചിലപ്പോൾ റെട്രോഫിറ്റ് അറിയുന്നവർ ഇത് കാണണ്ടായിരിക്കും, പക്ഷേ ഞാൻ വോളി എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ബിഗിനിങ്. റെട്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഡാവോ മോഡൽ അങ്ങനത്തെ കുറേ കൺസെപ്റ്റ് വരും, പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. സോ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ വായിച്ച ആൻസർ വോളി ഈസ് ആൻ HTTP ലൈബ്രറി ദാറ്റ് മേക്ക് നെറ്റ്വർക്കിംഗ് ഫോർ ആൻഡ്രോയിഡ് ആപ്സ് ഈസിയർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാസ്റ്റർ. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഗിറ്റ് റെപ്പോയിൽ ഇട്ടുതരാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വോളി യൂസ് ചെയ്യുന്നതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ എന്നൊക്കെ, നോർമൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ദ കോർ വോളി ലൈബ്രറി ഈസ് ഡെവലപ്ഡ് ഓൺ GitHub ആൻഡ് കണ്ടെയ്ൻസ് ദ മെയിൻ റിക്വസ്റ്റ് ഡിസ്പാച്ച്. Okay. The easiest way to add Woli to your project is to add the following dependency in your app.build gradle. സോ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഒരു ലൈബ്രറി നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് വോളി എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈബ്രറി അല്ല. ഓക്കെ,
പക്ഷേ ഈ ടെക്സ്റ്റ് വ്യൂ ബട്ടൺ അതൊക്കെ ബൈ ഡിഫോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ലൈബ്രറിയാണ് വോളി. സോ ഈ ഒരു ലൈബ്രറീനെ നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യണം. അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യും? സോ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് കാണാം, ഇംപ്ലിമെന്റേഷൻ com.android.volley പിന്നെ ഒരു 111 അത് വേർഷൻ ആണ്. ഓക്കെ, സോ ഇത് എന്താണ്, ഒരു ലൈബ്രറീനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് കോഡാണ്. ഇത് ഒരു ലൈബ്രറീൻ്റെ ഐഡന്റിഫയർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ലൈൻ ഓഫ് കോഡ് കോപ്പി ചെയ്യണം. ഓക്കെ, ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം, നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിലോട്ട്, പുതിയ സെറ്റപ്പ് ചെയ്ത ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തുറക്കും. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തുറന്നിട്ട് ഇതിപ്പോൾ അവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ ഗ്രേഡിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ആപ്പിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഒരു ലൊക്കേഷനാണ് ഗ്രേഡിൽ. ഓക്കെ, ഗ്രേഡിന് എന്താ ഇൻ ഡെപ്ത് ഞാൻ നാളെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗ്രേഡിൽ മാനിഫെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതിൽ എന്തുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, മൊഡ്യൂളുണ്ട്, ബ്രാക്കറ്റിൽ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ പ്രൊജക്റ്റ്, ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ മൊഡ്യൂൾ. സോ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ, ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു മൊഡ്യൂളാണ്. വേറൊരു ഈ ആപ്പിൻ്റെ അകത്ത് തന്നെ വേറൊരു സെറ്റ് ഓഫ് ആപ്പ് ഉണ്ടെങ്കിൽ അത് വേറെ മൊഡ്യൂൾ. അതായത് ഒരു ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ആപ്പാണ് ഒരു മൊഡ്യൂൾ. സോ എന്തുണ്ട്, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻറ്റയർ പ്രൊജക്റ്റ്, ഈ ഒരു മൊഡ്യൂളുള്ള ഈ ഒരു എൻറ്റയർ പ്രൊജക്റ്റ്, അതാണ് ഈ ഒരു ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ പ്രൊജക്റ്റ്. അതുപോലെ മൊഡ്യൂൾ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൊഡ്യൂളിൻ്റെ അകത്ത് പോവുക, ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ മൊഡ്യൂൾ ഇടുക. ഇതിൻ്റെ അകത്ത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഒരുപാട് കോൺഫിഗറേഷൻസ് ഉണ്ടാവും. പ്രൊജക്റ്റ് കമ്പൈൽ ചെയ്യേണ്ട SDKയുടെ വേർഷനാണ് ഈ പ്രൊജക്റ്റ് കമ്പൈൽ SDK വേർഷൻ. ഇത് ബൈ ഡിഫോൾട്ട് പ്രൊവൈഡ് ചെയ്യും. ചിലവർക്ക് ഇത് 30 ആയിരിക്കും, എനിക്ക് 29 ആണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊന്നും പുള്ളിക്കാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ആപ്പ് ID ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ്റെ പാക്കേജ് ഐഡൻറ്റിഫയർ. സോ ഇവിടുന്ന് ആപ്പിൻ്റെ ID മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം. പക്ഷെ ഇപ്പോൾ മാറ്റാൻ നിൽക്കേണ്ട, അതിന് മാറ്റണമെങ്കിൽ കുറച്ചധികം പണികളുണ്ട്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമുക്ക് വരാം. പിന്നെ റൺ ചെയ്യേണ്ട മിനിമം SDK വേർഷൻ 21. ഇത് നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. ടാർഗറ്റ് ഇത് ബൈ ഡിഫോൾട്ട് വരുന്ന മൈൻഡ് ചെയ്യേണ്ട. വേർഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വേർഷൻ കോഡാണ്. വേർഷൻ നെയിം എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ. അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇത് ടെസ്റ്റിങ്ങിനുള്ളതാണ്, ഇത് മൈൻഡ് ചെയ്യേണ്ട. ബിൽഡ് ടൈപ്പ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സോ നമ്മൾ കളിക്കാൻ പോകുന്ന ഏതാണ്, ഇവിടെ നമുക്ക് എന്ത് കാണാം, ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞിരിക്കാം. ഈ പ്രൊജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലൈബ്രറീസ്. സോ സിംപ്ലി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ എന്ത് ഇവിടെ കാണാം അല്ലേ, ഇവിടെ നിങ്ങൾ കണ്ട പോലെ എന്താ ഡിപ്പെൻഡൻസീസ് ഈ ഒരു സാധനം കിട്ടും. ഞാൻ ജസ്റ്റ് ഈ ഡിപ്പെൻഡൻസി കോപ്പി ചെയ്തു. ഈ ഒരു ഡിപ്പെൻഡൻസീൻ്റെ താഴെ എന്ത് ചെയ്തു, ജസ്റ്റ് Ctrl+V അടിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊജക്റ്റിലോട്ട് വോളിയുടെ ലൈബ്രറി ആഡ് ചെയ്തു. സോ അപ്പോൾ നിങ്ങൾക്ക് മേലെ ഗ്രേഡിൽ ചേഞ്ച് ചെയ്ത അപ്പോൾ ഒരു സാധനം വരും, ഗ്രേഡിൽ ഫയൽ ഹാവ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് പ്രൊജക്ട് സിങ്ക്, എ പ്രൊജക്ട് സിങ്ക് മേ ബി നെസസറി. എന്ന് വെച്ചാൽ എന്താണ്, ഗ്രേഡിൽ മാറിയിട്ടുണ്ട്, ഇപ്പോൾ പ്രൊജക്റ്റ് ഒന്നുകൂടി സിങ്ക് ചെയ്താലേ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് സിങ്ക് നൗ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡിങ് വോളി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ള ഫയൽസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. മേ ബി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേഡിൽ ഡോട്ട് ബിൽഡ്, ഗ്രേഡിൽ കോളം ബിൽഡ് എന്നുള്ളടത്ത് കോൺഫിഗർ പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ലൈബ്രറീസിന് ഒരു ഇഷ്യൂ ഇല്ല, പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഡൗൺലോഡ് വോളി 11 ജസ്റ്റ് ഒരു ബ്ലിൻഡ് പോലെ യൂട്യൂബിൽ കയറി നോക്കിയാൽ പിന്നെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ഒരു ഗ്ലാൻസിൽ അതങ്ങ് വന്നു. അപ്പോൾ എന്താണ്, വോളി ഉണ്ടോ, വോളിൻ്റെ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്തു, നിങ്ങൾ ലൈബ്രറി ആഡ് ചെയ്യുന്നത് പ്രോപ്പറാണ്, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വേർഷൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ SDK വേർഷൻ്റെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഗ്രേഡിലായിട്ടുള്ള സെറ്റപ്പ്, അതൊന്നും ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി ബിൽഡ് ആവും. അടിയിൽ റെഡ് വരുന്നുണ്ടെങ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. സോ എന്ത് ചെയ്തു, ഞാൻ ഏറ്റവും സിമ്പിളി എന്ത് ചെയ്തു, ഒരു വോളിൻ്റെ ലൈബ്രറി ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഒരു ഏറ്റവും സിമ്പിളി ഞാൻ എന്ത് ചെയ്തു, ഒരു വോളിയുടെ ലൈബ്രറി അല്ലെങ്കിൽ വോളി എന്നല്ല ഒരു ലൈബ്രറി, പക്ഷെ ഞാൻ ആഡ് ചെയ്ത ലൈബ്രറി വോളിയാണ്. അത് ആൻഡ്രോയിഡിൽ നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്, അതായത് സെർവറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. അത് ആഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി വേണം, ഗോ ത്രൂ ദ ഡോക്യുമെൻറ്റേഷൻ. ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ വായിച്ച് പോകുന്നത് ഞാൻ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് ലെസൺ സെൻഡ് എ സിമ്പിൾ റിക്വസ്റ്റ്. ഓക്കെ, എങ്ങനെ ഒരു സിമ്പിൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. കാര്യം നല്ലതാണ്, ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ ഒന്ന് ഫെമിലിയർ ആകുന്നത്. ഓക്കെ, അറ്റ് ഹൈ ലെവൽ യു യൂസ് വോളി ക്രിയേറ്റിംഗ് എ റിക്വസ്റ്റ് ക്യൂ ആൻഡ് പാസിംഗ് റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റ് ക്യൂ വേണം. റിക്വസ്റ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, വിമാനത്തിലോട്ട് കയറാൻ നമ്മൾ ക്യൂ നിൽക്കില്ല, അതുപോലെ ക്യൂവിൽ ഉണ്ടാവും. ഫസ്റ്റ് ആളിനെ വിമാനത്തിൽ കയറ്റി വിടും, അങ്ങനെ വിചാരിച്ചാൽ മതി. ഫസ്റ്റ് വിമാനത്തിൽ കയറ്റി വിടും, പിന്നെ അടുത്ത ആൾ വരും, പിന്നെ വിമാനത്തിൽ കയറ്റി വിടും, അങ്ങനെ. ഓക്കെ, അതുപോലെ അതാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടെ റിക്വസ്റ്റ് ക്യൂ എന്ന് പറഞ്ഞൊരു സാധനം വേണം, ഒരു റിക്വസ്റ്റ് ക്യൂ വേണം. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്, ആ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ന്യൂ ടാബിൽ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
റിക്വസ്റ്റ് ക്യൂ എന്തുവാ? ഓക്കെ, റിക്വസ്റ്റ് ക്യൂ എന്താണ്? ജസ്റ്റ് അതൊന്നും നോക്കേണ്ട, ഡോക്യുമെന്റേഷൻ വായിച്ചു നോക്കാം. ഞാൻ ഇതൊക്കെ ഓൾറെഡി ഗോ ത്രൂഡ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ജാവ എടുക്കാം. സോ ഇതാണ് ഒരു റിക്വസ്റ്റ് ക്യൂവിൻ്റെ ഡോക്യുമെന്റേഷൻ. ഓക്കെ 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 ഈ ഒരു ഡോക്യുമെന്റേഷൻ കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ 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 നമുക്ക് ഇവിടെ ഒരു കോഡ് മേടിക്കാനുണ്ട്. സിംഗിൾട്ടൺ ഡോട്ട് ഓക്കെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്തുള്ള കോഡ് ഈ ഒരു എന്താ പറയുക, ഒരു സിംഗിൾട്ടൺ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി ഇതാണ് ഒരു ബേസിക് റിക്വസ്റ്റ് ക്യൂ. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിംഗിൾട്ടൺ ക്ലാസ് ദാറ്റ് പ്രൊവൈഡ് എ റിക്വസ്റ്റ് ക്യൂ. ഒരു റിക്വസ്റ്റ് ക്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസിൻ്റെ സാമ്പിൾ കോഡാണ്. സോ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കോഡ് ഞാൻ ജസ്റ്റ് ആപ്പിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇതന്നെ വേണമെന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്ന കോഡുണ്ട്. സോ ലെറ്റ് മീ ചെക്ക്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് റിക്വസ്റ്റ് ക്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു സെക്കൻഡ്. സെറ്റപ്പ് റിക്വസ്റ്റ് ക്യൂ. നമുക്ക് ആദ്യം ഇപ്പോൾ ചെയ്യേണ്ടത് റിക്വസ്റ്റ്, അതായത് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത് ത്രൂ ക്യൂ ആയിരിക്കും. ഒരു റിക്വസ്റ്റിനെ ക്യൂ ചെയ്ത് അങ്ങനെ ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ഒരു റിക്വസ്റ്റ് കൺട്രോളർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ക്യൂ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, സോ ബേസിക്കലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വേണോ, ഓക്കെ ഇതെടുക്കാം. എന്നാൽ ഇത് നോക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യണം. ഈ ഒരു കോഡിനെ ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ബോർഡിലോട്ട് ഇട്ടു. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു റിക്വസ്റ്റ് ക്യൂവിനെ അതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ജാവയ്ക്കകത്ത് പാക്കേജിനകത്ത് മെയിൻ ആക്ടിവിറ്റിയുടെ കൂടെ എന്ത് ചെയ്യും, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യും, ന്യൂ ജാവ ക്ലാസ്. ക്ലാസ്സിൻ്റെ പേരെന്താ ഇവിടെ കൊടുത്തേ, ഈ ഒരു പേര് തന്നെ ആയിരിക്കണം. ഓക്കെ, കൺട്രോൾ സി, ഈ ഒരു പേര് കൊടുക്കും. ഓക്കെ, മൈ സിംഗിൾട്ടൺ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ജസ്റ്റ് ആ ഒരു കോഡിന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്തു, എന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, അങ്ങനെ റെഡ് വരും. ഇത് കണ്ടാൽ പേടിയാവും തോന്നും, പക്ഷെ പേടിക്കണ്ട. എന്താ, ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ആ ഒരു റെഡിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് എൻ്റർ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, ആ ഒരു ലൈബ്രറി ഇവിടെ ഇമ്പോർട്ട് ആയി. കണ്ടോ, വോളി ഡോട്ട് റിക്വസ്റ്റ് ചെയ്യും. അടുത്തത് എടുക്കുക, ആൾട്ട് എൻ്റർ അടിക്കുക, എന്തായി, സി അത് ഇമ്പോർട്ടഡ് ആയി. ആൾട്ട് എൻ്റർ അടിച്ചാൽ മതി. കോണ്ടെക്സ്റ്റ് ഇതൊക്കെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാത്ത ഇഷ്യൂ ആണ്. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആൾട്ട് എൻ്റർ അടിച്ച് ഇമ്പോർട്ട് അടിച്ചാൽ മതി. ഓക്കെ, സെയിം കേസ് ആൾട്ട് എൻ്റർ. ഓക്കെ, ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ആ ഒരു റിക്വസ്റ്റ് ക്യൂ ഒന്നുമില്ല, നമ്മൾ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആസ് എ ക്യൂ ആണ്. സോ ബേസിക്കലി റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റിക്വസ്റ്റ് ക്യൂ യൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്കിത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറ് കസ്റ്റമൈസ്ഡ് വേർഷൻ ആണ്. മേ ബി ഞാൻ ചിലപ്പോൾ അതിലോട്ട് സ്വിച്ച് ചെയ്യും, പക്ഷേ ഫോർ നൗ ഞാൻ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ നൗ മേക്ക് എ സ്റ്റാൻഡേർഡ് റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കാം. ഒരു സം ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടൊരു റിക്വസ്റ്റ് അയക്കും. ഓക്കെ, അതിൻ്റെ ഒരു സാമ്പിൾ കോഡ് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഇവിടെ കണ്ടോ, റിക്വസ്റ്റ് ജേസൺ. ഒരു ജേസൺ എന്ത് ചെയ്യാം, നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ ഉള്ളത് എന്താണ്, ഒരു ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ടൈം ആവുന്നുണ്ട്, പ്രശ്നമില്ല, നമുക്കൊരു 35-40 ആകുമ്പോഴത്തേക്കും മൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജേസൺ ആണ് നമുക്കുള്ളത് അല്ലേ. ഇവിടെ ഉള്ളത് എന്താണ്, ജേസൺ അറയാണ്, ഒരു ജേസൺ അറയാണുള്ളത്. സോ എന്ത് ചെയ്യണം, ഒരു ജേസൺ അറേക്ക് വേണ്ടിയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ പ്രീവിയസ്ലി അറിഞ്ഞിരിക്കണം, അറയാണോ ഒബ്ജക്റ്റ് ആണോ എന്താണെന്നുള്ളത്.
അങ്ങനെ അറിഞ്ഞിരിക്കണമെന്നില്ല, അത് റൺ ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സോ അതിൻ്റെ പറ്റി ഞാൻ പറയാം. സോ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത് JSON ഡാറ്റയ്ക്ക് വേണ്ടിയാണ്. സോ എങ്ങനെ JSON ഡാറ്റയ്ക്ക് റിക്വസ്റ്റ് JSON എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട്, ഇത് വായിച്ചാൽ മതി. വോളി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ക്ലാസ് JSON array object, JSON object എന്താണ് റിക്വസ്റ്റ് ഫോർ റിട്രീവിങ് JSON array റെസ്പോൺസ് ബോഡി അറ്റ് എ ഗിവൺ URL, അതായത് ഒരു URL കൊടുത്തു അതിന് JSON array ഇങ്ങോട്ട് എടുക്കാൻ. സോ ബേസിക്കലി എന്താണ് നമുക്ക് വേണ്ടത് JSON array ആണ്. സോ അത് എന്താണ് ഈ ഒരു ഡോക്യുമെന്റേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ സിംപ്ലി ഒരു URL ഉണ്ട്, എന്നിട്ട് എന്താ ഒരു JSON ഒബ്ജക്റ്റിന്റെ റിക്വസ്റ്റ് ഉണ്ടാക്കി, ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഓക്കെ. സോ ഇതിലോട്ടാണ് ഞാൻ വരുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ലൈൻ ഓഫ് കോഡ് നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ഒരു URL കണ്ടോ, JSON മൈ ഫീഡ്, ജസ്റ്റ് വാലിഡ് ആണോ എന്ന് നോക്കുകയാണ്. ഉണ്ടോ, ഇല്ല, അങ്ങനെ ഒരു സൈറ്റ് ഇല്ല. മേ ബി അതെന്തിനാ ഒരു ഡമ്മി URL കൊടുത്താൽ. ബേസിക്കലി ഒന്നുമില്ല, ഈ ഒരു URLിലോട്ട് ഒരു JSON ഒബ്ജക്റ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ കോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് തല കറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്താണ്, ഒരു സെർവറിന് നമുക്ക് ഡാറ്റയ്ക്ക് വേണ്ടി ഈ ഒരു വേ ഓഫ് മെത്തേഡിലാണ് വോളിയിൽ നമ്മൾ കോഡ് എഴുതുക. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ ക്വിക്കലി പറഞ്ഞുതരാം. URL എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് URLിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടത്, ആ URL ആണ് ഇവിടെ. നമ്മുടെ കേസിൽ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ URL. ഓക്കെ, ഈ കണ്ട എവിടെ ഇതാണ് നമ്മുടെ URL. ഓക്കെ, സോ പിന്നെന്താ ഉള്ളത്, എന്നിട്ട് ന്യൂ JSON റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡോട്ട് ഗെറ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങോട്ട് മേടിക്കുകയാണ് അല്ലേ, അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അങ്ങോട്ട് ഡാറ്റ ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് സം കൈൻഡ് ഓഫ് ഡാറ്റ മേടിക്കുക. ആ ഒരു വേ ഓഫ് മെത്തേഡാണ് API ട്രാൻസാക്ഷൻ ആണ് ഗെറ്റ് എന്ന് പറയുന്നത്. URL എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു URL ഇവിടെ null എന്ന് കൊടുക്കുന്നുണ്ട്, അത് റിക്വസ്റ്റ് പാരാമീറ്റർ ആണ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യണം. സോ ഫോർ നൗ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, ഇൻകമിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ null കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂ റെസ്പോൺസ് ലിസണർ, അതായത് ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു ഇന്റർഫേസ് എന്ന് പറയാം. നമുക്ക് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിലാണ് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡിലാണ് നമുക്ക് അയാൾ ഇങ്ങോട്ട് ഡാറ്റ സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ ഇവിടെ എന്തുണ്ട്, ഓൺ എറർ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സോ അതിലാണ് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് കിട്ടാനുള്ള റിക്വസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് ക്യൂലോട്ട് ആഡ് ചെയ്യും. ക്യൂലൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് നേരെ അങ്ങ് സെർവറിലോട്ട് സെൻഡ് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരെ ഇങ്ങോട്ട് മേടിക്കും. സോ ഫോർ നൗ ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നില്ല എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു നമ്മുടെ ആപ്പ് എന്തേ. ഓക്കെ അത് തന്നെയാണ് ആപ്പ്, സോറി മാറിപ്പോയി. ഓക്കെ, സോ എന്ത് ചെയ്തു, മൈ സിംഗിൾട്ടൺ ഇവിടെ ഉണ്ട്. സോ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാനിഫെസ്റ്റിൽ പോകണം. ഈ ഒരു മാനിഫെസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇവിടെയാണ് പെർമിഷൻ ആഡ് ചെയ്യുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെർമിഷൻ ആഡ് ചെയ്യുന്നത് ഈ ഒരു പേജിൽ വെച്ചിട്ടാണ്. സോ ഈ ഒരു പേജിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർനെറ്റിൻ്റെ പെർമിഷൻ വേണം. കാര്യം നമ്മൾ ഒരു സെർവറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സെർവറിൽ അങ്ങോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർനെറ്റിൻ്റെ പെർമിഷൻ വേണം. സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു കോഡ് ആഡ് ചെയ്യുക മാത്രം ചെയ്യുന്നുള്ളൂ. ആൻഡ് എന്ത് ചെയ്യുന്നില്ല, ഒരു സംഭവം ചെയ്യുന്നില്ല. ഓക്കെ, സോ പെർമിഷൻ ആഡ് ചെയ്യുന്നില്ല. പെർമിഷൻ ആഡ് ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരു ഇത് കാണിക്കാം, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം ആ JSON വേണ്ടി. ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കോഡ് ഫോളോ ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ കോഡ് എവിടെ, ഓക്കെ സ്ട്രിങ് URL ഉണ്ട്, ഞാൻ URL കോപ്പി ചെയ്യണം. ഓക്കെ, ഒരു സെക്കൻഡ്. ഹലോ എന്തേ വരും. ഓക്കെ, എന്ത് ചെയ്യും, ഈ ഒരു കോഡിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഫോർ നൗ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രിങ്ങിനടുത്തൊരു വേരിയബിളോട്ട് വെക്കുന്നുണ്ട്. സ്ട്രിങ് URL, നമ്മുടെ URL ഒരു സ്ട്രിങ്ങിലോട്ട് എടുത്തു വെച്ചു. ഒരു സ്ട്രിങ്ങിലോട്ട് ഞാൻ എടുത്തു വെച്ചു. ഓക്കെ, അപ്പം എന്തുണ്ട്, നമുക്ക് ഡാറ്റ കിട്ടേണ്ട URL ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ URLോട്ട് പോയി സം കൈൻഡ് ഓഫ് ഡാറ്റ ഇങ്ങോട്ട് മേടിക്കണം. സോ ഈ ഒരു ഡോക്യുമെന്റേഷൻ ഫോളോ ചെയ്യാം. ഒരു JSON ഒബ്ജക്റ്റ് ഉണ്ടാക്കില്ലേ പുതിയത്. ഓക്കെ, ഞാൻ JSON ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ ജസ്റ്റ് JSON
ഒബ്ജക്റ്റ് നമുക്ക് JSON അറിയല്ലേ ഇത് അറിയാണോ നമ്മുടെ റെസ്പോൺസ് എന്താ വേണ്ടേ ഓക്കെ ഇത് ഫസ്റ്റ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അപ്പോൾ ഇതൊരു അറയാണ് അപ്പോൾ JSON അറേ റിക്വസ്റ്റ് ഓക്കെ JSON കോഡിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല കോഡ് എവിടെ ഇതിൻ്റെ അകത്തുള്ളത് എന്താ JSON ഒബ്ജക്റ്റ് ആണ് നമുക്ക് വേണ്ടത് അറിയണം സോ നമുക്ക് എന്ത് ചെയ്യും JSON അറേ റിക്വസ്റ്റ് ഞാൻ റിക്വസ്റ്റ് എന്ന് പേര് കൊടുത്തു ഒരു ഒബ്ജക്റ്റ് ഉണ്ട് പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം ഈക്വൽസ് ന്യൂ എന്ത് ചെയ്യും JSON അറേ റിക്വസ്റ്റ് സോ ആ പാരാന്തസിസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് Ctrl+P അടിച്ചാൽ പുള്ളിക്കാരൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കാണാം പാരാമീറ്റർ സോ ഞാൻ രണ്ടാമത്തെ ആ ഒരു ബോട്ടം സെക്ഷനിലുള്ള ആ ഒരു അലൈൻമെൻറ്റ് ഫോളോ ചെയ്യുന്നു സോ ഇൻഡ് മെത്തേഡാണ് സോ ഇൻഡ് മെത്തേഡ് പുള്ളിക്കാരൻ എന്താ കൊടുത്തത് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡോട്ട് ഗെറ്റ് ഇത് ഇതുപോലെ ഒന്ന് കോപ്പി ചെയ്തു Ctrl+C Ctrl+V ഓക്കെ അപ്പോൾ ഒരു എറർ വന്നല്ലേ ജസ്റ്റ് റിക്വസ്റ്റിൻ്റെ മേലെ മൗസ് വയ്ക്കുക കേഴ്സർ വയ്ക്കുക ആൾട്ട് എൻ്റർ ഇമ്പോർട്ട് ക്ലാസ് കഴിഞ്ഞു അതവിടെ കഴിഞ്ഞു ബാക്കി പാരാമീറ്റർ ഇല്ലാത്തതുകൊണ്ടുള്ള എറർ കേട്ടോ ജസ്റ്റ് കോമ ഇടുക പിന്നെ പുള്ളിക്കാരൻ എന്താ കൊടുത്തിരിക്കുന്നത് URL നമ്മുടെ കേസിലൂടെ URL ഉണ്ട് ജസ്റ്റ് കോമ ഇടുക പിന്നെന്താ കൊടുത്തിരിക്കുന്നത് പിന്നെന്താ പുള്ളിക്കാരൻ വേണ്ടേ JSON അറേ JSON റിക്വസ്റ്റ് എന്തോ ഇവിടെ പുള്ളിക്കാരൻ നള്ള കൊടുത്തിരിക്കുന്നത് ഞാൻ നള്ള എന്നാ കൊടുക്കുന്നത് നള്ള കൊടുത്തു എന്നിട്ട് എന്താ ലിസണർ ഫസ്റ്റ് ലിസണർ വേണം ഓക്കെ ലിസണർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പുള്ളിക്കാരൻ സെർവർ ഡാറ്റ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തരുമ്പോൾ റിസീവ് ചെയ്യണം സോ എന്ത് ചെയ്യണം ഒരു റെസ്പോൺസ് ലിസണർ എന്ത് ചെയ്യണം റെസ്പോൺസ് കിട്ടുമ്പോൾ ഒരു ലിസണർ ഒരു ഇൻ്റർഫേസ് കോൾ ബാക്ക് ആണ് സോ ഞാൻ ന്യൂ ജസ്റ്റ് അറിഞ്ഞാൽ മതി ഇങ്ങനെ ഫ്ലോ ചെയ്ത് ന്യൂ എന്ത് ചെയ്യാം ജസ്റ്റ് Ctrl+ എൻ്റർ സോ എന്ത് ചെയ്തു നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയില്ലേ ഓൺ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരും അതിൽ JSON അറേ ഉണ്ടാവും റെസ്പോൺസ് ഉണ്ടാവും സോ ബേസിക്കലി നമുക്ക് എന്തായിരിക്കും ആ ഒരു റെസ്പോൺസ് എവിടെ നമ്മളെ ഡാറ്റയില്ലേ ഈ ഒരു റെസ്പോൺസ് നോർമലി ഉണ്ടായിരിക്കുക ഈ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ എറർ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റില്ലെങ്കിൽ എന്ത് ചെയ്യില്ല അത് സെർവറിൽ എത്തില്ല സെർവർ ഇങ്ങോട്ട് തരാൻ പറ്റില്ല അതൊരു എറർ കേസാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് എറർ കേസസ് വരും ഇന്റേണൽ സെർവർ എറർ 404 നോട്ട് ഫൗണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെർവർ ഉണ്ട് അത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാനുള്ള ചാൻസിനുള്ള ആ എറർ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇവിടെ ഉണ്ടോ എന്താ ന്യൂ റെസ്പോൺസ് ലിസണർ കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പണിംഗ് ബ്രേസിൻ്റെ ഉണ്ട് ഇവിടെ എന്ത് ചെയ്യും കോമ ഇടുക എന്നിട്ട് എന്താ ജസ്റ്റ് ന്യൂ എന്ന് പ്രസ് ചെയ്യുക സ്പേസ് ഇട്ട് Ctrl+ എൻ്റർ അപ്പോൾ എന്തായി എറർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതായി ഓക്കെ എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സെമികോളൻ ഇട്ടാൽ മതി സോ നിങ്ങൾ എന്ത് ചെയ്തു ഒരു സിമ്പിൾ ഡാറ്റയ്ക്കുള്ള റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും പക്ഷേ ചെല്ലുമ്പോൾ കുറേ ഇതായിരിക്കും ഇതാണ് പ്രൊഫഷണൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പക്ഷേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കില്ല ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ മോസ്റ്റ് ആപ്സും യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് ലൈക്ക് e-commerce ഒക്കെ ഇതുപോലൊക്കെ തന്നെ ഈ ഒരു മെത്തേഡ് ഓൾമോസ്റ്റ് എന്ന് പറയും സോ നമുക്ക് എന്തുണ്ട് ഒന്നെങ്കിൽ റെസ്പോൺസ് കിട്ടും അല്ലെങ്കിൽ എറർ കിട്ടും സോ അൾട്ടിമേറ്റ് എയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു റിക്വസ്റ്റ് ക്യൂലോട്ട് ആഡ് ചെയ്യണം ഈ ലാസ്റ്റ് ലൈൻ നമ്മൾ വിട്ടു അല്ലേ എവിടെ ഈ ഒരു ഇത് ആക്സസ് ദ റിക്വസ്റ്റ് ക്യൂ ത്രൂ സിംഗിൾട്ടൺ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ഒരു മെത്തേഡാണ് അതിനെ പറ്റിയൊന്നും പറയണ്ട ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞാൽ മതി ഓക്കെ ഇവിടെ JSON ഒബ്ജക്റ്റ് റിക്വസ്റ്റ് അല്ല വേണ്ടേ നമ്മളെ റിക്വസ്റ്റാണ് വേണ്ടത് സോ റിക്വസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യും ഇയാൾ റിക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഓക്കെ എന്തായി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായി ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി എനിക്കിവിടെ എന്ത് ചെയ്യും റെസ്പോൺസിൻ്റെ അകത്ത് സാധനം കിട്ടും സോ ഞാൻ എന്ത് ചെയ്ത് നോക്കാം ചുമ്മാ അങ്ങ് ടോസ്റ്റ് ചെയ്ത് നോക്കണേ ടോസ്റ്റ് അടിച്ച് Ctrl+ എൻ്റർ ഓക്കെ ടെക്സ്റ്റ് എന്താ വേണ്ടേ ടെക്സ്റ്റ് ഞാൻ ഈ JSON അറേ ഇതുണ്ടോ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇത് JSON അറേയാ സ്ട്രിങ് അല്ല ഇവിടെ ഉണ്ടോ ഇത് വോളി അറേയാണ് അപ്പോൾ രണ്ട് കസ്റ്റം ക്ലാസ് വരുന്നത് സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു റെസ്പോൺസിനെ നേരെ സ്ട്രിങ് ആക്കാം ഓക്കെ റെസ്പോൺസ് ഇവിടെ നമുക്ക് സ്ട്രിങ്ങേ കൊടുക്കാൻ പറ്റും റെസ്പോൺസ് നേരെ കൊടുത്ത എററാണ് സോ നമുക്ക് എന്ത് പറ്റും ടു സ്ട്രിങ് എന്ന് കൊടുക്കാം അപ്പോൾ എന്താണ് റെസ്പോൺസ് കിട്ടിയത് അതിനെ സ്ട്രിങ് ആക്കിയിട്ട് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തോളും ഓക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് കോപ്പി ചെയ്യാണ് എന്നിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് എറർ ഉണ്ട് നമുക്ക് എറർ വോളി എററാണ് എറർ അതിന് എന്താ വേണ്ടേ എററിൻ്റെ ക്ലാസ്സിൽ നിന്ന് നെറ്റ്വർക്ക് റെസ്പോൺസ് എടുത്തു ഡോട്ട് ടു സ്ട്രിങ് ഉണ്ടോ ഓക്കെ വേണ്ട എറർ ഡോട്ട് ടു സ്ട്രിങ് കൊടുത്താൽ മതി എറർ ഡോട്ട് ടു സ്ട്രിങ് അപ്പോൾ എന്ത് ചെയ്യും ആ ഒരു എററിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും സോ ഇനി സിംപ്ലി എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ജസ്റ്റ് ലോഞ്ച് ചെയ്യാം ഓക്കെ ജസ്റ്റ് ലോഞ്ച് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഓക്കെ നമുക്ക് വേണ്ടത് ഒരു ടോസ്റ്റ് ആണ് ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ എറർ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ആപ്പ് ക്രാഷ് ആവും
അതൊക്കെ അവിടെ നമുക്ക് റെഡിൽ കാണാൻ പറ്റും. ഓക്കെ, അതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇൻ കേസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെന്ന് വെച്ചാൽ പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ക്ലാരിഫിക്കേഷൻ വേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫിക്കേഷൻസ് തരാൻ പറ്റും. സോ ഒരു പ്രൊഫഷണൽ ആപ്പ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലാർജ് ടാർഗറ്റ് ഒക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇങ്ങനെയൊക്കെ നെറ്റ്വർക്കിംഗ് ഉള്ള സംഭവമാണ് ചെയ്യുന്നത്. നമ്മൾ ലോഗിൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുന്നത്. ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. ഉണ്ടോ, ടോസ്റ്റ് വന്നായിരുന്നു. ഓക്കെ, കണ്ടോ ഇവിടെ റണ്ണിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു എറർ അടിക്കുന്നുണ്ടല്ലോ. റെഡ് ലൈനിൽ എന്തോ അടിച്ചില്ലേ? എന്താ പെർമിഷൻ ഡിനൈഡ്, മിസ്സിങ് പെർമിഷൻ, ഇൻ്റർനെറ്റിൻ്റെ പെർമിഷൻ ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പെർമിഷൻ ഇല്ലല്ലോ. ഇയാൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ പെർമിഷൻ കൊടുക്കാത്തതിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ പെർമിഷൻ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ്രോയിഡിൻ്റെ മാനിഫെസ്റ്റ് ഉണ്ട് ഇവിടെ, ജസ്റ്റ് മാനിഫെസ്റ്റിലോട്ട് പോവുക. എന്നിട്ട് ഈ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ്റെ തൊട്ട് മേലെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് യൂസസ് പെർമിഷൻ ഉണ്ടോ, പെർമിഷൻ ജസ്റ്റ് എൻ്റർ അടിക്കുക. എന്നിട്ട് കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത്രയും പെർമിഷൻസ് ഉണ്ട് ഉണ്ടോ. ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പെർമിഷൻ. ഫോർ നൗ നമുക്ക് എന്ത് മതി, ഇൻ്റർനെറ്റ് മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പെർമിഷൻ ആഡ് ചെയ്തു. ഇനി ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റൺ ചെയ്യുവാണ്. നമുക്ക് കിട്ടേണ്ടത് എന്താ, ജസ്റ്റ് ഓപ്പണിംഗ് കേളി ബ്രേസുള്ള കുറേ റാൻഡം ഡാറ്റ ഒക്കെ ഉള്ള ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടുന്നുണ്ടോ നോക്കാം. അതായത് നമ്മൾ ഒരു സെർവറിൽ പോയി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒരു സ്ഥലത്ത് പോയി അവിടെയുള്ള ഡാറ്റ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് കണ്ടോ നിങ്ങൾ സ്ക്രീനിൻ്റെ അകത്ത് കണ്ടോ, അതിപ്പോൾ അത് ഓക്കെ, സംഭവം ഓക്കെയാണ്, ഡാറ്റ വരുന്നുണ്ട്. ബ്ലോഗ് ആപ്പ് ഒന്നുകൂടെ ലോഞ്ച് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സോ എന്താ ചെയ്യാം, ബെറ്റർ ആയിട്ട് ജസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഈ സാധനം ഒന്ന് ലോഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ലോഗ് ചെയ്യാം. ലോഗ് ഡോട്ട് ഡി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലോഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ഡോട്ട് ടു സ്ട്രിങ് ഒന്ന് കൊടുത്തു. ഓക്കെ, സോ സെയിം കേസിൽ ഞാൻ എററിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ലോഗ് ഡോട്ട്, ഇവിടെ എറർ അല്ലേ, അപ്പോൾ നമുക്ക് ഈ യൂസ് ചെയ്യാം എറർ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, എറർ കോമ ഇട്ടിട്ട് എറർ ഡോട്ട് ടു സ്ട്രിങ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഈ ആപ്പ് ലോഞ്ച് ചെയ്താൽ ഒന്നെങ്കിൽ എറർ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൺ ടാബിൽ സം കൈൻഡ് ഓഫ് സ്ട്രിങ് കിട്ടും. ഓക്കെ, കൺഫ്യൂസിംഗ് ആണ് എനിക്കറിയാം. ഫർദർ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ 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 അതാ കിടക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഒന്ന് ജസ്റ്റ് മേലോട്ട് സ്ക്രോൾ ചെയ്താൽ കണ്ടോ റെസ്പോൺസ്. ഇവിടെ എന്തോ വോളിയിൽ എന്തോ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. HTTP ഹെഡർ പാഴ്സർ, ഇതെന്തല്ല, ഇത് നമ്മൾ കൊടുത്ത എററല്ല, ഇത് വോളിക്കകത്തുള്ള എററാണ്. അൺപാഴ്സബിൾ ഡേറ്റ്, അതിപ്പം നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, ഇത് എന്താ വോളിക്കകത്തുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഇഷ്യൂ ആണ്. അതിപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണം, നമ്മൾ കോഡ് ചെയ്തിട്ടുള്ളതല്ലോ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഉണ്ടോ റെസ്പോൺസ്, ഈ റെസ്പോൺസ് ആണ് എന്ത് നമ്മൾ ഇവിടെ കൊടുത്ത, ഇവിടെ മേലെ കൊടുത്തില്ല നമ്മൾ റെസ്പോൺസ്, ഈ ഒരു റെസ്പോൺസ് ആണ്. അതായത് എന്ത് ചെയ്തു, അവിടെ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന ഡാറ്റ എന്ത് ചെയ്തു, നമുക്ക് ആപ്പിലോട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഡാറ്റയെ, അതായത് ഈ ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റ, ഇത് തന്നെയല്ലേ ഇത് തന്നെയാണത്, യൂസർ ID 1 ID 1 ഡെലക്ടസ് ഓട്ടോ കണ്ടോ 1 അതെ അതന്നെ സെയിം സാധനം നമുക്ക് എന്തുണ്ട് ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്കകത്ത് ഈ ഒരു വേരിയബിളിലോട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഫർദർ പ്രൊസീഡ് ചെയ്യണം. ഇതിനെ പ്രൊസീഡ് ചെയ്തിട്ട് ഇതൊരു സാമ്പിളാണ്. സോ ഇതല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വേറെ കൈൻഡ് ഓഫ് ഡാറ്റ ആയിരിക്കും. സോ ഓൾമോസ്റ്റ് 45 ആയി എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറൊരു ബ്ലോഗ് പോസ്റ്റിൻ്റെ API ഉണ്ടാക്കും. ആ API നിന്ന് ഡാറ്റ അക്സെപ്റ്റ് ചെയ്ത് യൂസർ ഇൻ്റർഫേസിലോട്ട്. ഇനിയിപ്പോൾ ഈ ഡാറ്റനെ എന്താ മതി, ഒരു ലിസ്റ്റിൽ നമുക്ക് കാണിച്ചാൽ മതി അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് 200 ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണിക്കാം. സോ അതിന് വരുന്ന സെഷനിൽ നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താ ചെയ്ത ഈ ഒരു സെഷനിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം.
ഇതിപ്പോൾ ഞാൻ അപ്പോൾ പുഷ് ചെയ്യുന്നുണ്ട് കോഡ്, ഇപ്പോൾ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും പ്ലീസ് കോൺടാക്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ സീ യു ടുമോറോ, ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. വിനു കഴിഞ്ഞിട്ടാ? വോയിസ് ബ്രേക്കിംഗ്. അമ്മേ അത് പറഞ്ഞ നന്നായി.